സർ, ധർമ്മടത്തെ സ്ഥാനാർത്ഥി വളരെ വിഷമത്തോടുകൂടി പറയുകയാണ് പാർട്ടി കേന്ദ്രങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ ഗൗനിച്ചില്ല എന്ന് പറയുകയായിരുന്നു. അപ്പോ ഒരു പാർട്ടി നേതാവ് പോലും ധർമ്മടം സന്ദർശിച്ചില്ല എന്ന് പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അത് ധർമ്മടം മണ്ഡലം ലഭിച്ചേനെ അല്ലേ? താങ്കൾ അറിയേണ്ടത് അല്ല, ധർമ്മടത്ത് ഇപ്പൊ മണ്ഡലം ലഭിച്ചതില്ലേ എന്നുള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ തവണ ഇങ്ങനെ തന്നെയാണ്. ധർമ്മടത്ത് അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാറില്ല. കാരണം അവിടെ നിന്ന് പോയിട്ട് കാര്യമില്ലെന്നാണ്. കോൺഗ്രസ് തന്നെ ഈ വിജയം പ്രതീക്ഷിച്ചിട്ടില്ല, മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസ് തന്നെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ ഇട്ടിരിക്കുകയാണ്. ആദ്യത്തെ 6 റൗണ്ടിൽ പിണറായി പിന്നിലായപ്പോ പുറകി പോയത്, മനസ്സിലായി. ഇന്നലെ മറ്റേ ടി.കെ. ഗോവിന്ദ മാഷ്, അതായത് വിമതനായി മത്സരിച്ച് UDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ടി.കെ. ഗോവിന്ദ മാഷ് പറയുന്നുണ്ട് പിണറായി പുറകി പോയി എന്ന് എനിക്ക് തന്നെ ആകെ വേവലാതിയായി എന്ന് പറയും, മനസ്സിലായി. അതായത് CPM വിട്ടുപോയ ഒരാളാണ്, പക്ഷെ പിണറായിട്ട് കിട്ടും വലിയ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത് പിണറായി നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വേവലാതിയായി പോയെന്നാണ്. അപ്പൊ ഇതൊന്നും ആരും പ്രതീക്ഷയില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ താങ്കളോട് പറയാം, അവിടെ ഫണ്ടും കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊടുത്ത ഫണ്ടിന്റെ പകുതി പോലും അവിടെ കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം താങ്കളോട് പറയാം, പുതുവികാത്ര നടത്തിയല്ലോ. പുതുവികാത്രക്ക് അവിടെ സ്റ്റോപ്പ് ഉണ്ടായില്ല. അവിടെ ചെത്തിയപ്പോ ഡബിൾ ബെല്ലടിച്ച് വിട്ടേക്കാണ്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് സമയം കളയണ്ട. പിന്നെ അത് അതീശനെ അതിന് കുറ്റപ്പെടുത്താതെ പറ്റില്ല. എന്തൊക്കെ ചെയ്യും ഒരു മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ സ്ഥലത്തും സ്റ്റോപ്പ് ഒന്നും വെച്ച് ടൈം കളയണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു സംഗതി അവിടെ എത്തിയപ്പോ ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിൾ ബെല്ല് കൊടുത്ത് അങ്ങ് വിട്ട് അവിടെ സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു. അല്ല, സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ എന്ത് കാര്യം? വേണമെങ്കിൽ പുറത്തേക്കോ നാഷണൽ ലെവൽ ന്യൂസ് ആവും കേരളത്തിൽ പിണറായി വിജയൻ തോറ്റു എന്നുള്ളത് ഇവിടെ ഒരു വലിയ ആഘാതമാവും. അതൊന്നും കോൺഗ്രസ് നേതാക്കന്മാരുടെ ലക്ഷ്യമില്ല. അവർ വളരെ ജനറസ് ആണ് ആ കാര്യത്തിലേക്ക്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന അധികാരം എന്ത് ചെയ്യുക, കിട്ടുക എന്നുള്ളത് മാത്രമാണ്, മനസ്സിലായി. ഇനി VP അബ്ദുൾ റഷീദൊക്കെ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച തലവേദനയാണിപ്പോ. കാരണം ഒരു ജയിൻ കില്ലർ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, പരിഗണിക്കേണ്ടി വരും. അപ്പൊ 10 മന്ത്രിസഭയിൽ ഒരാളുടെ കാലം കുറഞ്ഞു, ഇനി അവന്റെ ഇടി വേറെ കൊള്ളണം, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിൽ ഇതൊക്കെ ഇത്രയും ലൂസായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ്. അല്ലാതെ കോൺഗ്രസിനകത്ത് നമുക്ക് ഒരിക്കലും കൃത്യതയോടുകൂടിയ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. കുറച്ചുകൂടി നേരത്തെ അവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും കുറച്ചുകൂടി ഭംഗിയായി വർക്ക് എടുക്കുകയൊക്കെ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ഏതാണ്ട് അവിടെയുള്ള നേതാക്കന്മാരെ കൂടി ഒരു ധാരണ എത്തിയിരുന്നു. അവരൊക്കെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി ആയതും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം ആദ്യമേ തന്നെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഏതാണ്ട് ഒരു അൺഒഫീഷ്യലി വർക്ക് തുടങ്ങിയിരുന്നു. അത് DC പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺ കുമാറും ജയന്തും അതുപോലെ തന്നെ അത്തരത്തിൽ നിയാസും ഒക്കെ തന്നെ അവിടെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം അവിടെ കുറച്ചൊരു യൂണിറ്റി ഉണ്ടായിരുന്നു ആ കാര്യം. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിലൊരു ധാരണയിലേക്ക് എത്തിയിരുന്നു. അപ്പൊ അതിന് പിന്നെ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവാത്ത ഒരു ജില്ലയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അതല്ല സ്ഥിതി. അതുകൊണ്ട് ഇത് അത്ഭുതമായിട്ടൊന്നും നമ്മൾ കരുതേണ്ട കാര്യം ഇല്ല. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ അല്ലാതെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ധർമ്മടത്ത് വന്ന് വലിയ പ്രചരണം നടത്തി വലിയ ഇത് നടത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംശയിക്കണം. പിന്നെ അവിടെ തോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ പുള്ളിക്കാരനെ അങ്ങോട്ട് വിട്ടേക്കണത്. ജയിക്കുമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് മത്സരിക്കും, ഉറപ്പായിട്ടും. പക്ഷെ ജയിക്കുമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവ് ഒന്ന് മത്സരിക്കും. ആ ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ. പിന്നെ താങ്കളോട് ഞാൻ തുറന്നു പറയപ്പാ, ഇപ്പൊ നമ്മുടെ സുഹൃത്തായിട്ടുള്ള വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂരിൽ നിന്ന് മത്സരിച്ചു. സത്യം പറഞ്ഞാൽ എലത്തൂരിന് ഒരു കടിപിടിയില്ലായിരുന്നു അവിടെ. എന്താ പറയാ, എലത്തൂരിൽ നിന്ന് തോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ എലത്തൂര് വിദ്യക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പരാതിയില്ല. കാരണം വെച്ചാൽ വിദ്യ അവിടെ നിന്ന് തോറ്റോളും. ഇനി വേറെ കാര്യം താങ്കളോട് പറയാം, മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഒരു വനിതക്ക് പേരാമ്പ്ര കൊടുത്തത്? തോക്കുന്ന ഉറപ്പുള്ളൂ, 100% ഉറപ്പായിരുന്നു. അപ്പൊ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ജയിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ ആരും പണിയെടുത്തിട്ടില്ല. ജനം തന്നെ വിചാരിച്ചു ഇവരെ ജയിപ്പിക്കണം എന്ന് വിചാരിച്ച്. ജനം ശരിക്കും പറഞ്ഞാൽ മുണ്ടും മടക്കി കുത്തി റെഡിയായിട്ട് നിൽക്കുന്നത് ഇവരെ വിജയിപ്പിക്കാന്ന് പറയും. അപ്പോഴാണ് ഇവരൊക്കെ ചെന്ന് കൊടുക്കുക. അല്ല, അപ്പൊ അതത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോ വേറെ ഇവരുടെയൊക്കെ മിടുക്കൊണ്ടാണെന്നോ. ഈ വിദ്യാബാലകൃഷ്ണൻ ജയിച്ചിരിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിനാണ്. മനസ്സിലായി. TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് സത്യത്തിൽ ഒന്നും പറയാനില്ല. പുള്ളിനെ കുറിച്ച് ഒരു എതിരഭിപ്രായം പറയാനില്ല, ഒന്നും പറയാനില്ല. പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. കാരണം അവിടെ ചില പോളറൈസേഷനും ചില പ്രചാരണങ്ങളൊക്കെ അതൊക്കെ നടന്നുണ്ട്. ഇതിലൊക്കെ വെറുതെ ഇല്ലെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രശ്നം. കൗൺസിലിലേക്ക് മത്സരിച്ച് ജയിച്ചതാണ്. അപ്പൊ അവിടുത്തെ മറ്റേ കാലിക്കറ്റ് കോർപ്പറേഷൻ കൗൺസിലറാണ് ആര്, ഫാത്തിമത്തലി. അപ്പൊ ഞാൻ അവരുടെ കഴിഞ്ഞ ഇതിന്റെ വാർഡില് തെരഞ്ഞെടുപ്പിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നതാണ്. ഞാൻ മറ്റേ അവരുടെ കൊട്ടിക്കലാശങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പെടുത്തിയ ഒരു ടീം പോയി കവർ ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ജയിക്കുമെന്നൊക്കെ ഉറപ്പായിരുന്നു. അവർ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഒരു സംശയമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ആ സീറ്റ് അവർക്ക് നൽകിയത്. ഇനി നാദാപുരം KM അഭിജിത്ത്
കെ എം അഭിജിത്ത് ജയിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ അഭിജിത്തിനോടും പറഞ്ഞിരുന്നു, തുറന്നു പറഞ്ഞിരുന്നു, അഭിജിത്ത് ഇത്തവണ നിങ്ങൾ അവിടെ നിന്ന് ജയിക്കും. പക്ഷെ അഭിജിത്തിന് താല്പര്യമുള്ള ഒരു സീറ്റല്ലായിരുന്നു. അഭിജിത്തായിരുന്നു നോക്കിയത്. പോട്ടെ വിട്ടുകളെ അതൊക്കെ പറയണ്ടേ. അപ്പൊ പോയതാണ്. പിന്നെ അവിടെ മത്സരിച്ച ആളുകളൊക്കെ നല്ല ആളുകൾ തന്നെയാണ്. ഓരോ സീറ്റിൽ മത്സരിച്ച ആളുകളൊക്കെ തന്നെ പ്രാപ്തിയുള്ള ആളുകൾ. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ്. സച്ചിൻ ദേവ്. അപ്പൊ അതാ പറഞ്ഞ, അപ്പൊ ഇതൊക്കെ ആളുകൾ എന്ത് ചെയ്തു, എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു, തോപ്പിക്കാന്ന് ഉറപ്പ് വെച്ചു. സച്ചിൻ ദേവിനൊക്കെ പറ്റിയെന്നാന്ന് വെച്ചാൽ തിരുവനന്തപുരം മറ്റേ ആര്യ രാജേന്ദ്രൻ വരെ സച്ചിൻ ദേവിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഒരു കാര്യത്തെ ഇവിടെ കൃത്യമായി അവതരിപ്പിക്കുന്നത് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത തവണ മുതലുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പണം ഒഴുത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ചാനലുകളിലേക്കാണ്. എനിക്കറിയില്ല ശരിയാണോന്ന്. ഒരു വീഡിയോ ചെയ്യുന്നതിന് 5000 രൂപ 15,000 രൂപ കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ. അതെ, അപ്പൊ അത്രമാത്രം ഇൻഫ്ലുവൻസ്. ഇപ്പോഴും നിങ്ങളോട് ഇനി തുറന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള പോരാട്ടത്തിൽ ഇവിടെയുള്ള ചാനലുകൾ ഓരോ നിലപാടുകൾ എടുത്തേക്കാണ്. സോഷ്യൽ മീഡിയ ചാനലുകളും മെയിൻ ചാനലുകൾക്ക് ഒരു വലിയ ലിമിറ്റേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മെയിൻ ചാനലുകൾ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാം, പക്ഷെ അത് തന്നെ 24 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. യൂട്യൂബ് ചാനലുകൾക്ക് ആ പരിധിയില്ല. എന്ത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞൊരു വീഡിയോ, വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ജനം മുഴുവൻ എതിരാവും. പിന്നെ കെ സി വേണുഗോപാലിനെ ആക്കിയാൽ ഇവിടെ തകരും എന്ന് പറഞ്ഞ് ഒരേ അജണ്ടയിലുള്ള ഒരു 150 വാർത്ത 10 ദിവസം കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാം. റേറ്റിംഗിന് വേറൊരു ടീം ഇരിക്കേണ്ട അപ്പുറത്ത്. എന്താണ് ഇതിനെങ്ങനെ റേറ്റിംഗ് എന്ത് ചെയ്യാം, കയറ്റാമെന്നുള്ളത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ നമ്മളങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവരുടെ ഗ്രൂപ്പിലേക്ക് ഇത് എടുത്തിടും. അപ്പൊ ഗ്രൂപ്പിലേക്ക് ഇടുന്നത് 2 തരത്തിലാണ്. ഒന്ന് കില്ല് ചെയ്തോളാൻ പറഞ്ഞിടും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറയും. സതീശൻ വി ഡി സതീശന്റെ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലേ, റോജിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു. മനസ്സിലായ? ജസ്റ്റ് തന്തക്കുളിക്കുന്നതാണ് പറയണ. ഞാൻ പറഞ്ഞ അതായത് ഉദ്ദേശിക്കട. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനം ഇതൊന്നും അറിയാതെ ഇതൊക്കെ ഭക്ഷിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ബുദ്ധിയുള്ളവരാന്നൊക്കെ പറയുമ്പോഴും നമ്മൾ തുറന്നു തന്നെ പറയാം. ഇപ്പൊ ഞാനുള്ള സാറ് തന്നെ ഇപ്പൊ വയനാട് ഫണ്ടിന്റെയും കാര്യങ്ങളും എത്രമാത്രം പറഞ്ഞു അല്ലെ? എന്നിട്ട് അവിടെ ഞാൻ ആലോചിക്കുന്ന വയനാട് മണ്ഡലത്തിലെ MLA-മാരുടെ ഭൂരിപക്ഷം അല്ല അവിടെ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മള് ഇലക്ഷനെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു വയനാട് ഒന്നും നോക്കണ്ട, വയനാട് 3 ജയിക്കുമെന്ന് പറഞ്ഞാല് അതും പറഞ്ഞു UDF. കാരണം എന്താ വയനാട് അങ്ങനെ ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. അവിടെ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ട്, മറ്റ് നിരവധി കാരണങ്ങളുണ്ട്. അതെല്ലാം കൊണ്ടിട്ട് എന്ത് ചെയ്യും. ഇതെല്ലാം പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം പിടിച്ച ORKകൾ തോക്കും. അതാണ് അവിടുത്തെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ് ആര് ORKയുള്ളൂ. ഒരു ശരിക്കും പറഞ്ഞാൽ പുള്ളി അഭിനയിക്കാറുമില്ല. പുള്ളിയിലെ മന്ത്രിയാണെന്ന് പോലും ശരിക്കും അറിയുന്നത് നമ്മളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പുള്ളി ഈ ജംഗ്ഷനിൽ ഒന്ന് വീഡിയോ വലിച്ചിരുന്നത് നമ്മളറിയില്ല മന്ത്രിയാണെന്ന്. അത്തരത്തിലുള്ള ഒരു പകിട്ടുമില്ല. ആളുകൾ 10 പേര് കൂടെ കിടക്കുന്നുണ്ടാവില്ല. ഒന്നും സാരമില്ലാത്ത ഒരാളാ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ ആലോചിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൗൺഷിപ്പ് പണിത സർക്കാർ ഇപ്പൊ എന്തായി? അല്ല സർക്കാർ അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവർ പണിയേണ്ടതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ മറ്റതൊക്കെ ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തില്ല. അല്ല ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇതൊരു ചെറിയ ശതമാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്ത പോലെ കഴിഞ്ഞ തവണ 65 അതിൽ നിന്ന് 71 പിന്നെ എന്ത് ചെയ്യുന്നത് 80 എത്തിയത്. ഞാൻ പറഞ്ഞൊരു ചെറിയ തോന്നി ഈ പുള്ളിയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചും കൂടി കാര്യങ്ങൾ മര്യാദ ചെയ്യുമെന്ന് വിചാരിക്കുന്ന കുറച്ച് നിഷ്പക്ഷമെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു പ്രതീതി അങ്ങോട്ട് ബിൽഡ് ചെയ്യാണെന്നേ. ഞാനും താങ്കളും അടക്കം ആ പ്രതീതി ഒരു ഇരകളാണ്. ഉദാഹരണത്തിന് ഞാൻ താങ്കളോട് പറയട്ടെ, ലാവ്ലിൻ കേസ്, ചാരക്കേസ്, ഈ കേസുകൾ എന്താണെന്ന് പഠിച്ചിട്ടുള്ള 1% മാധ്യമപ്രവർത്തകരും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ 1% മാധ്യമപ്രവർത്തകർ ജനങ്ങളുടെ ആരും വിടും ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞു നിന്ന് ഇങ്ങനെയാണെന്നുള്ളത്. ഈ ഒരെണ്ണം തെറ്റിപ്പോയാലും കുഴപ്പമില്ല. അപ്പൊ പിണറായി വിജയന്റെ വീടാന്ന് പറഞ്ഞൊരു വലിയ വീട് കാണിച്ചിട്ട് പിണറായി വിജയൻ പറയണ അയാൾ ഒരു ദിവസം പിണറായി വിജയൻ വിളിച്ചത് അത് നിങ്ങളുടെ വീടല്ല, അത് എന്റെ വീടാന്ന് പറഞ്ഞത് പുള്ളി. ഏത് ഗൾഫിൽ പോയി ഇവിടുന്ന് സാധാരണ ജോലിക്കാരായിട്ടുള്ള മനുഷ്യൻ ഗൾഫിൽ പോയിട്ട് വലിയ പണക്കാരനായി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പുള്ളി വെച്ച വീടാണ്. പക്ഷെ ഒരു ദിവസം സുപ്രാത്തിൽ ഇടുകയാണ് പിണറായിയുടെ. അതോടൊപ്പം തന്നെ കമല ഇന്റർനാഷണൽ. അപ്പൊ ഇതില് യഥാർത്ഥ കാര്യം എന്ന് പറയാം, ഇതിൽ സത്യം എന്താണ് നുണ എന്താന്ന് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗുരു ഇപ്പൊ ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞാൽ അമിത്ഷായാണ്. അമിത്ഷാ തുറന്നു പറഞ്ഞ പ്രസംഗമുണ്ട്. നിങ്ങൾ നുണകൾ തട്ടിയൊക്കെ വിട്ടോ, കുറച്ച് കഴിയുമ്പോൾ ജനത്തിന് മനസ്സിലാവും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കാര്യം നടന്നിരിക്കും. ഇത് ഗീബൽഷ്യൻ സിദ്ധാന്തം ആളുകളൊക്കെ പറയും അതങ്ങനെ നടക്കില്ല. കാരണം അങ്ങനെ നടക്കുമെന്ന് പറയാത്തതിന്റെ കാര്യം എന്ന് അറിയാമോ, നമ്മള് മണ്ടന്മാരാന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും.
കൊക്കോക്കോളയും പെപ്സി മേടിച്ച് കുടിക്കണം നമ്മള്. അതിന്റെ വലിപ്പഴിയുന്ന പരസ്യം എന്താണെന്നറിയാം, ഇതിൽ ഹാനികരമായിട്ടുള്ള ഒരു കാര്യമില്ലെന്ന്. ഈ ഹാനികരമായിട്ടുള്ള ഒരു കാര്യമില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറയും. അതിൽ ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് അവർ പോലും പറയുന്നില്ല. എന്നിട്ട് നമ്മളത് മേടിച്ച് കുടിക്കുന്നുണ്ട്. ഇനി കുടിക്കുന്ന നിർത്തൂ. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കണം, മേടിച്ച് കുടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരെങ്കിലും അല്ല, എന്നിട്ട് നമ്മള് ചെയ്യുന്ന ഒരു മണ്ടത്തിലും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറയുന്നതിന് പരസ്യം കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഈ പരസ്യം കൊടുക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ട്? പരസ്യം കൊടുക്കരുത്, കാരണം പരസ്യമാണ് മറ്റത്. ഏത് ആരോഗ്യത്തിന് ഹാനികരം. പിന്നെ വൈകിട്ട് എന്താ പരിപാടി നീക്കുക, കുഴപ്പമില്ല. ഒന്ന് ആലോചിക്കുക, ഡയറക്റ്റ് പരസ്യം കൊടുത്ത് ഇത്രയും ഡാമേജ് ഉണ്ടാവില്ല, കാരണം ഡയറക്റ്റ് പരസ്യമാണ് നമുക്ക് മനസ്സിലാവും. പിന്നെ മനസ്സിലായി. ഇനി അടുത്തൊരു തമാശ, മറ്റേ സോഡ, ക്ലബ് സോഡൊക്കെ കിങ് ഫിഷർ എന്നൊക്കെ പേരിട്ടിട്ട് എന്ത് ചെയ്യും, സെയിൽ ചെയ്യുന്നത്, പരസ്യം കൊടുക്കും. എവിടെയെങ്കിലും സോഡ കിട്ടിയുണ്ടോ കിങ് ഫിഷറിന്റെ? ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഈ നാട്ടില് ഇങ്ങനെയുള്ള പല പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി താങ്കളോട് ഞാൻ ഇപ്പൊ പറയുന്നില്ല, നമ്മൾ ടോപ്പിക് അല്ലാത്തതുകൊണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ച് നമ്മളൊരു 3% പഠിച്ചാൽ നമ്മൾ ഞെട്ടി താഴെ കിടക്കും. അത് വല്ല ചർച്ചാ വിഷയമായിട്ടുണ്ട്. അത് ആരും ചർച്ചാ വിഷയം വെക്കില്ല. എന്താ കാര്യം അറിയാമോ, എല്ലാ പാർട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, CPM ഒഴികെ എല്ലാ പാർട്ടികളും അതിൽ പങ്കാളികളാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, സിക്കിം എന്ന് പറഞ്ഞൊരു സംസ്ഥാനമുണ്ട്, സിക്കിം ക്രാന്തികാരി മോർച്ച. അതുകൂടി പറയാൻ എന്തായാലും, ആ സിക്കിമിലെ സംസ്ഥാനത്തെ ഒരു പാർട്ടിയുടെ പേരാണ് ക്രാന്തികാരി മോർച്ച. ഈ ക്രാന്തികാരി മോർച്ച വളരെ സമ്പന്നരാണ്. സംഭാവന കിട്ടുന്നത് എവിടെ അറിയാം, ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ഫാർമ കമ്പനികളെല്ലാം ഹെഡ് ചെയ്യുന്നത് സിക്കിമിലാണ്. ഇവരുടെയൊക്കെ മരുന്ന് കഴിച്ച് നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ കമ്പനികളൊക്കെ ഇന്ന് സുഖമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യമുള്ളൂ, ചെറിയ തോതിൽ ഫണ്ട്. ഈ സിപ്ല എന്ന് പറഞ്ഞ ഇവിടെ ഒരു കമ്പനിയുണ്ട് തൃശ്ശൂരൊക്കെ ഉള്ള, അറിയാം. 68 കോടി രൂപ സംഭാവന ചെയ്ത് ഇലക്ട്രൽ ബോണ്ടിലേക്ക്. 68 കോടി രൂപ നിയമപരമായി ഇലക്ട്രൽ ബോണ്ടിലേക്ക്. 69 കോടി രൂപ സംഭാവന ചെയ്ത് 67 കോടി രൂപ BJPക്ക്, 2 കോടി രൂപ കോൺഗ്രസ്. കേരള BJPക്ക് അല്ലെ? അല്ല, നാഷണൽ അല്ല. അതിന്റെ ഫണ്ട് വരുന്നത് ഇനിയിപ്പോ കേരളത്തിൽ തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സിപ്ല മരുന്ന് മേടിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളത് വിശ്വസിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പക്ഷെ ഒരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ വയ്യ, നമ്മള് ഭയങ്കര ബ്രില്യൻ്റാണ്. അല്ല, പിന്നെ സ്വരാജൊക്കെ പറയുന്നത് വൃത്തികേടാണ്. കാരണം വെച്ചാൽ നമ്മള് ബ്രില്യൻ്റാണ്, നമ്മൾ ശരിക്കും ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചാണ് എന്ത് ചെയ്ത്. പിന്നെ ജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, കാരണം അവര് ബ്രില്യൻ്റാണ്. കാരണം അവരൊരു പരീക്ഷണമാണ്. ഇത് നന്നാവും, കുറച്ച് കഴിയുമ്പോൾ അത് നന്നാവും എന്നുള്ള പരീക്ഷ. യഥാർത്ഥത്തിൽ അതൊക്കെ അത്രേ ഉള്ളു. ഞാൻ പറയുന്നത് എങ്കിൽ നിങ്ങൾ അനലിക്കെങ്കിലും വോട്ട് ചെയ്യുന്ന, അല്ലാതെ 100% ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ ഈ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, മറ്റേ ഇതിന് മാത്രം വോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കേരളം അതിന്റെ പാതയിലേക്കാവും. പാതയിലേക്കാവും. പിന്നെ ഇങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കിടെ ഈ ആളുകളുടെയൊക്കെ അല്ല, അതിനും വേറെ ഒരു പ്രചരണം, ഏറ്റവും വലിയ തമാശ, അല്ല അതിനും വേറെ ഒരു പ്രചരണം നമ്മൾ അയച്ചു. കേരളം ചാണകത്തിൽ ചവിട്ടില്ല, BJPയുടെ കടക്കുപുറത്ത്. ഈ BJPയുടെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ 31 ലക്ഷം വോട്ട് എങ്ങനെ BJP? ഇത് ആളുകളുടെ ഒരു ബോധ നിലവാരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് വായിച്ചാലും മതി. എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കമന്റ് ഇല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു കമന്റ്, ഇങ്ങനെ എതിർത്ത് പറഞ്ഞേക്കുന്ന ഒരു കമന്റ്, പക്ഷെ BJP വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞേക്കണ കമന്റ്, ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ഒരു പുള്ളി വിളിച്ചേക്കണ്. അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചാൽ, അല്ലേ സാർ, ഞാൻ BJPയുടെയും ഒരു പ്രവർത്തകനാണ്, എനിക്ക് വലിയ അഭിമാനം തോന്നി സാറ് മറ്റത് മാറ്റിയിട്ട് ഇത് പറയുന്നില്ല, എന്ത് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അതായത് അവനെ കളിയാക്കിയത് മനസ്സിലായില്ല, പകരം എന്ത് ചെയ്തു, പിന്തുണക്കാന്ന് വിചാരിച്ചത്. എന്നിട്ട് എവിടെയാണ്, മറ്റേ ഇവിടെ ഉള്ളവരാണ്, ചെങ്ങന്നൂര് ഇവിടെ എന്നിട്ട് എന്നോട് പറഞ്ഞു അതുവഴി പോകുമ്പോ കാണണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ആ വീഡിയോ ആരെങ്കിലും കാണിച്ചാന്ന് വെച്ചില്ല, ആരെ കാണിച്ചില്ലെന്ന് തോന്നി, കാണിക്കണ്ടെന്ന് തോന്നി. കാരണം ഇനി വഴിയിൽ വെച്ച് കാണുമ്പോൾ വേറെ ആരെങ്കിലും കാണിച്ചാൽ അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ ഇവർ ഞാൻ എന്ത് ചെയ്താണ് സൂപ്പർച്ചിച്ചാണ്. സാറ് എന്റെ വീട്ടിൽ കയറണമെന്നാ പുള്ളി പറയണം, എന്റെ വീട്ടിൽ കയറണം, എനിക്ക് ചായ പിടിക്കണം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. കാരണം സാറ് അങ്ങനെ ആരുടെയും പക്ഷം പിടിക്കാതെയാണ് ചെയ്യണം. അപ്പൊ സാറ് പിണറായിയുടെ കാര്യത്തിൽ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇത് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഉള്ളിൽ കുറച്ച് മറ്റേ ചിന്തയുണ്ട്, ഇത് വർഗീയത ചെറുതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ പിണറായി നല്ലതെന്ന് പറയുമ്പോൾ പുള്ളിക്ക് പ്രശ്നമില്ല, മനസ്സിലായി. ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്നത് പുള്ളി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ കൂട്ടത്തിലാണ് പുള്ളി വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ BJP വളരെ ഒന്നും കൂടി പറയണ്ട. അപ്പൊ വെരി ഗുഡ്. എനിക്ക് വേണ്ട തമ്പ് മാത്രം കണ്ടിട്ടുള്ള സംശയമുണ്ട്, പോണ വഴിക്ക് എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാറുള്ളതാണ്, ഞാൻ മിക്കവാറും ചെങ്ങന്നൂരൊക്കെ വഴിയാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോ സാറേ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൗൺ മറ്റേ ഇവിടെ നിന്ന് റോട്ടിൽ നിന്ന് എന്നോട് ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ മതി, പക്ഷെ ഉറപ്പായിട്ടും സാർ എന്ത് ചെയ്യണം, വീട്ടിൽ വന്നിരിക്കും. സാറ് പറയുന്ന എല്ലാ കാര്യത്തിനോടും എനിക്ക് യോജിപ്പുണ്ടാവില്ല, പക്ഷെ എങ്കിൽ പോലും
സാറ് പറയുന്ന ചില റീഡിങ്ങുകൾ വളരെ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അല്ല, ഇതിൽ എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നില്ല. നമ്മൾ ഏറെ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ തന്നെ പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ IAS ഓഫീസേഴ്സ് ഒക്കെ, IAS ഓഫീസേഴ്സ് ഒക്കെ, അത് നമ്മളെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ല, അതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ പോട്ടെ, നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം അറിയാം. ഇപ്പൊ നേരത്തെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ദൂരദർശൻ അല്ലെങ്കിൽ പത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പത്രം അങ്ങോട്ട് വായിക്കുകയാണ്. അതായത് നമ്മളൊരു പത്രം വായിച്ച് അതിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വാർത്തകൾ കേട്ട് നമ്മൾ അതിൽ നിന്നൊരു അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അഭിപ്രായ രൂപീകരണം ഓൾറെഡി നടത്തി കഴിഞ്ഞു. എന്നിട്ട് അതിനനുസരിച്ച വാർത്തകൾ മാത്രമേ നമ്മൾ വായിക്കുള്ളൂ ചെയ്യുന്നുള്ളൂ. മനസ്സിലായ? പക്ഷെ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും ഇല്ല, നമ്മൾ എല്ലാ സൈഡും കാണും, എല്ലാ സൈഡും നോക്കും, നമുക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ലെന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും? വോട്ട് കുത്താൻ പോകുമ്പോൾ ഇത് ചെയ്യുകയും ചെയ്യും. നമ്മുടെ പാർട്ടിക്ക് വോട്ട് കുത്താത്തവന്റെ വീട്ടിൽ നമ്മൾ കരിവേല ഒഴിക്കുകയും ചെയ്യും. അതാണ് എന്നിട്ട് നമ്മൾ പറയുന്നത്. അല്ല, ഇതുപോലെ തന്നെയാണ് ഞാൻ ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നാളെ എന്തെങ്കിലും, എനിക്കൊരു പേടിയുണ്ട്, നാളെ എന്തെങ്കിലും ഇലക്ഷൻ നിൽക്കേണ്ടി വന്നാൽ ഇതെല്ലാം തന്നെ ബൈറ്റായിട്ട് പുറത്തേക്ക് വരും. കണ്ട, നമ്മൾ മണ്ടന്മാരാന്ന് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്. അല്ല, ഇതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ബാലിശമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പ്ലാസ്റ്റിക് ഭയങ്കര പ്രതിഷേധമാണ്. പക്ഷെ നമ്മളെ ഐറ്റംസ് എല്ലാം വരുന്നത് എന്തില്ല? എല്ലാം പ്ലാസ്റ്റിക്കിലല്ലേ? ഇതൊന്നും മനസ്സിലാക്കാൻ കഴിക്കുന്ന ഫുഡ് ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് അത് നിർബന്ധമായും ഒരു മോശപ്പെട്ടതായിരിക്കരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി പോലും ഒരു സമൂഹത്തിന് ഇല്ലെങ്കിൽ, അതായത് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പോലും ഒരു ഗവൺമെന്റിനെ കൊണ്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണെന്നാണ് ഈ താങ്കൾ ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ പറയുന്നത് നമ്മൾ പ്രഭുദേവയാണ്, നമ്മൾ പ്രബുദ്ധരാന്നല്ല, നമ്മൾ പ്രഭുദേവയും നയൻതാരയും ആണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പറയും. ഞാൻ പറയണത് ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇതിന്റെ ഭാഗമായി ജനങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ നമ്മളിപ്പോ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യം ഇല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു ചാനലുകാരും യൂട്യൂബ് ചാനലുകാരനും ഇത് പറയില്ല. എന്താണെന്നറിയാമോ? അവനെ കേൾക്കുന്നവരുകൂടി ഇങ്ങനെയാണെന്നാണ് അവനോർക്കുന്നത്. അല്ല, കേൾക്കുന്നവരിൽ ഒരു കുറച്ചു പേരൊക്കെ ഉണ്ട് മര്യാദക്കാരായിട്ടുള്ള ആളുകൾ. അവർ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സഹിഷ്ണുതയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. അവർ കേട്ടാൽ മതി. ഇനി അവർ കേട്ട് അവരുടെ നമ്പർ പതുക്കെ കൂട്ടിയില്ലെങ്കിൽ ഈ കേരളം വലിയ അപകടത്തിലായി.